അപ്പോൾ ഒരു മർത്തോമ വളരെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഈ വിവാഹ കൂദാശയിൽ ഇത്രയും നാൾ 10 കൊല്ലമോ 20 കൊല്ലമോ 30 കൊല്ലമോ മക്കളൊക്കെ ഉണ്ടായി, കുഞ്ഞുങ്ങളെ നിങ്ങള് ജോലി ചെയ്തു, ചിലർ പെൻഷൻ പറ്റിയിരിക്കുന്നു, ചിലർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രീതിയിലൊക്കെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഈ കൂദാശ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തന്നിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പറയണം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഈ കാര്യത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ആരുടെയെങ്കിലും രഹസ്യം വെളിയിൽ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഇതിൽ കൂടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ആർക്കും തന്നെ തോന്നരുത്. ഒന്നാമതായിട്ട്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്മിഷൻ ആൻഡ് ഒബീഡിയൻസ്? ഇവിടെ സബ്മിഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതിനെ മലയാളത്തില് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. അതിന് സ്ത്രീകളോടാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തുവാ മനസ്സിലാക്കിയിരിക്കുന്നത്? ുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു നിലയിൽ വരുമ്പോൾ ആർഗ്യുമെന്റ് ഉണ്ടാകും. സോ വി ഹാവ് ടു റെസ്പെക്ട് ഈച്ച് അതർ. ഈ പൗലോസ്ലീഹ ഇത് വിശദമായിട്ട് ഈ അധ്യായത്തിലെല്ലാം പറയുന്നതിന്റെ കാരണം എന്നാ? റെസ്പെക്ട്. അത് എവിടെയാണ്? ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഭർത്താവ് തലയാകുന്നു, ഭാര്യ ശരീരമാകുന്നു. അപ്പോൾ തലയും ശരീരവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ സല സുപ്പീരിയറും കാല് ഇൻഫീരിയറുമാണെന്ന് പറയാൻ ഒക്കുകയില്ല. ബോത്ത് ആർ ഈക്വൽ. സോ വി ഹാവ് ടു റെസ്പെക്ട് ഈച്ച് അതർ. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് പോലെ ഭർത്താവിനെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് പറയുക. ഇറ്റ് ഈസ് നോട്ട് ഹു ഈസ് മോർ പവർഫുൾ ആൻഡ് ഹു ഈസ് ലെസ് പവർഫുൾ. ഇറ്റ് ഈസ് നോട്ട് saying that I bought you and you better obey. You left your mother and father and I am the only one who is going to protect you until you die. And if the wife is not working and the husband cannot say that I am the only breadwinner and I am bringing the money and I am paying the tuition for the children and I am paying the mortgage and I am paying for everything, I am buying your car, you are sitting. ഒരു വ്യക്തിയെ പോലും മോശമാക്കി തീർക്കുന്നുണ്ടോ? ഇല്ല. He died for us on the cross. That's what we are going to celebrate in few weeks, the resurrection. സ്നേഹിക്കാൻ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല. I don't have anybody to love me. പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുമ്പോൾ സഹോദരങ്ങളില്ല, സഹോദരികളില്ല. ഇപ്പൊ ചില ഫാമിലീസിലൊക്കെ അപ്പൊ ഒത്തിരി പേരൊക്കെ ഇവിടെ കാണും, ചിലർക്കില്ല. The second is, I don't have anything to hope for. മക്കൾ പ്രായമായി, അവർ കല്യാണം കഴിച്ചു, അവർ ജോലിയായി, മിലിറ്ററിയിലായിരിക്കാം, അല്ലെങ്കിൽ കാലിഫോർണിയയിൽ താമസിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നു, ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അടുത്ത് നിന്നുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു. I have nothing to hope for. മൂന്നാമതായിട്ട് ജീവിതത്തിൽ എന്തുവാ പ്രവർത്തിക്കാനുള്ളത്? കുക്കിംഗ്. ചിലപ്പോൾ റിട്ടയർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോവുക വരിക. അങ്ങനെ ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നു. I have nobody to love me. I don't even know that God cares about me. That is disappointment. That is frustration. അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? Have you ever thought in a split second that nobody loves me? That is why it is very important to run seminars where husbands and wives and children can talk. How do we make this life a better one, a meaningful one? How can we live a life not in tears every day, but there is also some joy? Pavlosliya പറയുന്നത് എന്തുവാണ്? Rejoice. I say unto you again, rejoice. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ കാര്യങ്ങളെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. That your husband and you, your wife and you are united like the church and Jesus Christ. This is a sacramental union.
This is a spiritual union. This is a holy union. It is not just a marriage because somebody is working in the United States, so let us go and marry. You see, sometimes when we talk about Mother Mary, we forget that she was married. Because we are always emphasizing the virgin birth and Christ. But at the same time, can we also remember that she was married to Joseph? That she was a wife, not only a mother? And how was their life? The Bible doesn't say anything about that. Because the emphasis by his disciples was not about the marriage of Mother Mary. But the emphasis was, she was a virgin and she was pregnant with the Holy Spirit to have a baby Jesus born. That was the emphasis. But today, we have to look because so many marriages are in struggle. And there are millions and millions of people in the world. How is their marriage? And the Catholics believe in the Holy Mother, and we believe in the Holy Mother, and we need to talk about how was she as an obedient wife? How was he taken care of? We know that he was an older person, but they had a marriage which was united. And how God was giving Virgin Mary the power to raise the Son of God. That is why she was able to stand near the cross. I could not do that as a father. You can never do that as a mother. You can never do that as a father. Because we will be falling apart. I will faint. We need to have the power of the Holy Spirit to succeed as parents. We need to have the Holy Spirit in us. We have to bear the cross in our life. Take up your cross and follow me. We have to take. And the marriage is a cross. It is not honeymoon. It is not money. It is not a big house. It is not just a husband and wife enjoying vacation. It is more than that. What is it? It is the body of Christ. We are carrying in our own self the body of Christ, which is the marriage.